വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ എലിസ. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ വെങ്ങോല എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ള നമ്മുടെ പോൾ വെങ്ങോല എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിക്കിപീഡിയയിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു നല്ലൊരു ഹാസ്യതാരമായും അതുപോലെ എന്താ പറയുക ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടും ഒക്കെ സജീവമായിരുന്ന പോൾ വെങ്ങോല സാറിൻ്റെ ഫാമിലി വീടിന് മുന്നിലാണ് നമുക്കുള്ളത്. ഈ കാണുന്ന വിക്കിപീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങളെക്കാൾ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കും അറിയാൻ. അതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ചാനലിലേക്ക് വന്നിരിക്കുന്നവർ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ് ചെയ്യാൻ പറഞ്ഞതിന് എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി സബ് അങ്ങ് മാറ്റി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇനിയും കാണാൻ പറ്റും കേട്ടോ. ആരായിരുന്നു പോൾ വെങ്ങോല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു താരമായിരുന്നില്ലേ എന്നായിരിക്കും എല്ലാവരും പറയുക. പക്ഷെ അതിൽ കവിഞ്ഞ് അദ്ദേഹം ആരായിരുന്നു? ഇവിടെ തന്നെ നിൽക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ 2 മക്കൾ. ഇത് മൂത്തയാള്, പേര് പറയും ലാലി. ഇത് ലീന. ഇത് 2 പെൺമക്കൾ. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്. ആരായിരുന്നു പോൾ വെങ്ങോല? നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയൂ. ചാച്ചൻ നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു, പിന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റായിരുന്നു, പിന്നെ 2 സിനിമകളൊക്കെ നാടക നടനായിരുന്നു. അതിലൊക്കെ കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്ക് എന്താ പറയാനുള്ളത്? തിരക്കഥകൾ, ഒത്തിരി സിനിമയ്ക്ക് തിരക്കഥയൊക്കെ ഉണ്ട്, പക്ഷെ ആരും അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഇപ്പൊ ചിലർ പറയും എന്താ ഈ മക്കളുടെ മുമ്പിൽ വന്നിട്ട് ആരായിരുന്നു പോൾ വെങ്ങോല പറയൂന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും. പക്ഷേ ഇവർക്കറിയാവുന്ന പോൾ വെങ്ങോലനെ പുറത്താരും അറിഞ്ഞിട്ടില്ല. ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ ഈ പത്രാധിപരായിട്ട് ശശികല എന്ന മാസികയ്ക്ക് വേണ്ടി കുറെ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു. ഇത് വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കാരണം അന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. അന്ന് വന്നപ്പോൾ ആൻറ്റി പറഞ്ഞു ഹോമിയോ ഡോക്ടർ ആയിരുന്നു എന്ന്. അതൊന്നും ഒരിടത്തും ഗൂഗിളിലോ ഒരിടത്തും ഇല്ല. സിനിമയിലൊന്നും ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ച സിനിമ ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ്, അതിൽ നല്ല റോളുണ്ട്. അത് തന്നെയല്ല, അതിനു വേണ്ടി കുറെ വേറെ എന്തൊക്കെയോ ജോലി ചെയ്ത് ഇവിടുന്ന പോയെ നാട്ടിൽ നിന്ന്. പക്ഷെ അത് യൂട്യൂബിൽ നോക്കുമ്പോ അതിൽ പേര് പോലും ഇല്ല, അഭിനേതാക്കളുടെ പേരൊന്നുമില്ല. അതൊക്കെ നമുക്ക് സങ്കടമുള്ള കാര്യമാണല്ലേ? സങ്കടമുള്ള കാര്യമാണ് കണ്ടത് സിനിമ ആണല്ലേ? കണ്ടോ? അത് ഞാനും ഈ പറഞ്ഞ പോലെ നെറ്റിലൊക്കെ പോൾ വെങ്ങോലയുടെ വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വരുമല്ലോ. അപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് ഡീറ്റെയിൽസേ ഉള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ ആ ഉള്ള ഡീറ്റെയിൽസ് വായിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആൻറ്റി ഇതൊക്കെ പറഞ്ഞിട്ടിട്ട് ഞാനൊന്നും ഇങ്ങനെ സ്തംഭിച്ചിരിക്കുമായിരുന്നു. നല്ല ഫോട്ടോസ് പോലും കിട്ടാനില്ല. അതല്ലേ നോക്കുമ്പോ സത്യം ഒന്ന് കാണിച്ചു നോക്കി. ദേ ഇരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ഒരു സുന്ദരമായ മുഖം അല്ല നെറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് അല്ലേ? വേറെ സിനിമയിലെ ആ കോമഡി അങ്ങനെയുള്ള ചില മുഖങ്ങളൊക്കെയാണ് കാണുന്നത്. ഞാൻ ചോദിക്കുമായിരുന്നു അതാരാണെന്ന് ഇവിടെ വന്നിട്ട്. കാരണം ഈ ഭംഗിയുള്ള ഫോട്ടോ അത് ഇവിടെ ഉള്ളെന്ന് തോന്നുന്നു. നെറ്റിലൊന്നും നല്ലൊരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ കാണുന്നില്ല. പക്ഷെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് തൊട്ടടുത്തിരിക്കുന്നത്. അമ്മച്ചി മരിച്ചത് അടുത്തടുക്കല്ലേ? 19 അല്ലേ? 20 മാർച്ച് 11 അല്ലേ? അമ്മച്ചിയുടെ പേര് ശോശാമ്മ. അമ്മച്ചി നാട്ടുകാരിയാ? കോലഞ്ചേരിയാണ്. ഇനി നമുക്ക് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ ഇവരിങ്ങനെ ഞങ്ങളെ കാത്ത് വാതിക്കലിരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളെല്ലാവരും, കാരണം എല്ലാവരും റെഡിയായിരിക്കുവാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം തന്നു. റെഡിയായിരിക്കുവാണ് എല്ലാവരും. കൂടുതൽ വിശേഷങ്ങൾ, മരുമക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, എല്ലാവരെയും നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇതാണ് ഇവിടുത്തെ മരുമക്കള്. ഇത് മൂത്തയാളാണ്, പേര് പറഞ്ഞത് ബേബി. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ വെളിയിലായിരുന്നു. കുറെ നാളായിട്ട് ഇപ്പോൾ ഇവിടെ സെറ്റിലായി. നാട്ടിൽ തന്നെ ഉണ്ട്. ഇത് ഏലിയാസ്, രണ്ടാമത്തെ ആളുടെ ഹസ്ബൻഡ്. ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ആയിരുന്നു, റിട്ടയറായി. ഇപ്പോൾ സ്വസ്ഥം. ഇത് ഈ വീട്ടിലെ അടുത്ത കലാകാരൻ അല്ലേ? എൻ്റെ പേര് ജോർജ്. എനിക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ അത്യാവശ്യം പാട്ടും പരിപാടി അത്യാവശ്യം വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട് അല്ലേ? ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് പറയാവോ? പേര് ലേഖ എന്നാണ് പേര്. ലേഖ. ഞാൻ എന്റെ തമ്മിൽ ആ ഒരു പോസ്റ്റർ കണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാണ് ഇപ്പൊ റിലീസൊക്കെ? നമുക്ക് ഒന്നെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടുകൂടി ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിലാണ്. സംവിധായകനാകാനുള്ള ആണോ സിനിമയിൽ? ട്രൈ ചെയ്ത് നോക്കണമാണ്.
വിജയിക്കട്ടെ, എല്ലാവരും സ്വീകരിക്കപ്പെടട്ടെ. പിന്നെ ഇത് അടുത്ത ആള്. എൻ്റെ പേര് അലൻ മാത്യു ഇലിയാസ്. ഞാൻ ഇപ്പോൾ ഡിപ്ലോമ ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ പഠിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കലയുണ്ടോ? ഇല്ല, പടം വരയ്ക്കും. ഉണ്ട്, പടം വരയ്ക്കും. പിന്നെ ഒരു മോളുണ്ട് അല്ലേ അങ്കിൾ? ഇല്ല, ഇളയ മോനാണ്. ഇളയ മോൻ കാനഡയിലാണ്. ഇളയ മോനാണ്. 2 ആൺകുട്ടികളാണ് അല്ലേ? അതെ അതെ. ഇളയ മോൻ കാനഡയിലാണ്. ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ ഞങ്ങൾക്ക് തന്നാൽ നമ്മൾ ഇതിന്റെ ഇടയിൽ അങ്കിൾ ഇത് പറയുമ്പോൾ നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. ആളുടെ ഡീറ്റെയിൽ എന്താ? മരുമോളുണ്ട്, പിന്നെ മരുമോളുണ്ട്, ഒരു കൊച്ചുണ്ട്. അവർ കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഒരു വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇനി ജോർജിന്റെ ആരൊക്കെയാണ് ഫാമിലി പറ? എൻ്റെ ഫാമിലി വൈഫുണ്ട്. വൈഫോടെ അടുത്ത് പുല്ലുവഴിയിൽ ഫോക്സ് വാഗണിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ആളില്ല, ജോലിക്ക് പോയേക്കാണ്, അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അപ്പം അവരെയൊക്കെ നമുക്ക് ഫോട്ടോയിലൂടെ കാണിച്ച് പരിചയപ്പെടുത്താം. ഇനി നമുക്ക് ചാച്ചന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ എന്താണെന്ന് കാണാം. മലയാള മനോരമയിൽ വന്നാണ് ഡബിങ് ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഭാഗ്യലക്ഷ്മി കണ്ടുപിടിച്ച് എഴുതിയതാണ്. അപ്പം പുരുഷ ശബ്ദങ്ങൾ എന്നും പറഞ്ഞിട്ട് മലയാള സിനിമയിലെ പുരുഷ ശബ്ദങ്ങൾ, അത് ഈ കണ്ടോ പുരുഷ ശബ്ദങ്ങളുടെ ഇടിമുഴക്കങ്ങൾ, അത് പോൾ വെങ്ങോല, ഗോവിന്ദൻകുട്ടി, അങ്ങനെ കുറെ പേരുണ്ട്. വില്ലന്മാർക്കൊക്കെ സൗണ്ട് ഭയങ്കര നല്ല സൗണ്ടായിരുന്നു, മുഴക്കമുള്ള സൗണ്ടായിരുന്നു. അപ്പൊ വില്ലന്മാർ ഇത് ഫോട്ടോ ഉണ്ട്, ഈ ഒരു ഫോട്ടോ ആണ് അവർക്ക് ബാക്കി എല്ലാവരുടെയും നല്ല ഫോട്ടോ കിട്ടി. അപ്പൊ വില്ലന്മാർക്കൊക്കെ സൗണ്ട് കൊടുക്കുന്ന ഇവരാണ് കുറച്ച്. ഗോവിന്ദൻകുട്ടി, പ്രതാപചന്ദ്രൻ. പ്രതാപചന്ദ്രനും പിന്നെ അതെല്ലേ അടുപ്പമായിരുന്നു അല്ലേ? ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടോ? മദ്രാസിൽ വെച്ചിട്ട്. അപ്പൊ ഞങ്ങള് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മള്. അപ്പം മോളെ അറിയാതിരിക്കല്ലേ? മോളെ അറിയില്ല, വൈഫിനെ കണ്ടിട്ടുണ്ടല്ലേ? മോളന്ന് ചെറുതാണ്. പഴയ മലയാള മനോരമയുടെ ഇതാണ് വാർഷിക പതിപ്പ്. 19 വാർഷിക പതിപ്പിൽ എഴുതിയിട്ടുണ്ടല്ലേ? പിന്നെ ഇവിടെ കുറെ നമുക്ക് പഴയ ഫോട്ടോസ് ഉണ്ട്. ചാച്ചൻ്റെ ഒരു മാസിക ഉണ്ടല്ലോ, അതിനുവേണ്ടി കളക്ഷൻ നടത്തിയതായിരിക്കും ഇങ്ങനെ ഇരുന്ന് പോയി. അത് തന്നെ, ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് അദ്ദേഹം പുറത്തിറക്കിയിരുന്ന മാസികയാണ്. ഇതിന്റെ പത്രാധിപർ അദ്ദേഹമായിരുന്നു. മദ്രാശിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്നു. 1.5 രൂപയാണ് വില. അതിനകത്തൊരു അത് നോക്കി, പപ്പുവിനെ മുൻകാമുകി പത്മ വെടിവെച്ചു. അതേ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു എന്താ സംഭവം. ഗോസിപ്പൊക്കെ കാണുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ നോക്കി എന്താ സംഭവം എന്നറിയാൻ. പക്ഷെ പറഞ്ഞു തരാൻ ആരും ഇല്ല ഇവിടെ. ഞാൻ അന്ന് വന്നപ്പോൾ ഇത് മുഴുവൻ മറിച്ച് നോക്കിയാൽ ഇതിനകത്ത് വല്ല വാർത്ത അതിനെക്കുറിച്ച് ഉണ്ടോന്നോ. അദ്ദേഹം ഇറക്കിയിരുന്ന ഒരു മാസികയാണ്. ഇത് ഒത്തിരി നാളുണ്ടായിരുന്നോ? അതല്ലേ, ഇത് മാത്രം ഒരെണ്ണം നമുക്ക് ഉണ്ട് ഇവിടെ. ദ്രവിച്ചു പോയി. എത്ര വർഷമായി മരിച്ചിട്ട്? 30 വർഷമായി. ഇത് ഇപ്പൊ കഴിഞ്ഞ ഈ ചാച്ചന്റെ ഈ മാസികയില് കാർട്ടൂണിസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു സാറുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഞങ്ങൾ കണ്ട്. അപ്പൊ സാറ് ഇറക്കിയ മാസിക എനിക്ക് ഒരെണ്ണം തന്ന. സ്കൂളിലാണ്, അതിന്റെ സ്കൂളല്ല ബസ്സേതയുടെ ഇതായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരെണ്ണം തന്നത് അത്. ഈ ശശികല എന്ന് പറഞ്ഞ മാസിക ചാച്ചൻ, അതിലൊരു കഥയാണത്. അപ്പൊ അതിൽ ഈ അറിയപ്പെടാത്ത കുറെ ആളുകളൊക്കെ ഉണ്ട് സിനിമ ഫീൽഡിൽ. ഇതൊരു തയ്യൽക്കാരന്റെ കഥയാണ്. സിനിമയ്ക്ക് വേണ്ടി പറയുമ്പോ തന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തിരുന്ന കോസ്റ്റ്യൂം ഡിസൈനറിന്റെ കഥ. അതാണ്. അതിന് ലാസ്റ്റ് ഉണ്ട് പോൾ വെങ്ങോല എന്ന സിനിമ നടൻ, കഥാകൃത്ത്, പത്രാധിപർ, ഇങ്ങനെ മാണിക്യം എന്നാണ് ഈ കഥയിലാക്കടെ പേര്. ഇതുപോലെ അറിയപ്പെടാത്ത കുറെ ആളുകളെ കുറിച്ച് ഈ ചാച്ചൻ ഇങ്ങനെ എഴുതാറുണ്ട്. പാവങ്ങളോടും ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര സഹായമൊക്കെ ചെയ്യും. പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സഹായം ചെയ്യും. ഒരുപാട് സഹായം ചെയ്യുമായിരുന്നു. പാവമായിരുന്നു അല്ലേ? പാവമായിരുന്നു. തുറന്നു പറയും. അന്ന് ആന്റി പറഞ്ഞു, ഉള്ളത് തുറന്നു പറയുന്ന ഒരു പ്രകൃതമായിരുന്നു. അത് ആരായാലും എത്ര വലിയവരായാലും തുറന്നു പറയും. തുറന്ന ഫീൽഡിലെല്ലാം പറയുമ്പം ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞങ്ങൾ അന്ന് വന്നപ്പോഴേ ചാച്ചൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. ഞാൻ പേര് ചോദിക്കാൻ വിട്ടു. ഇവിടെ അടുത്ത വീടെന്ന് പറഞ്ഞു.
അപ്പം അദ്ദേഹം പറയുമായിരുന്നു, ചാച്ചൻ പറഞ്ഞിട്ടുണ്ടെന്ന്, സത്യൻ മാസ്റ്റർക്ക് വലിയ ഇഷ്ടമായിരുന്നു ചാച്ചനെ. സത്യൻ മാസ്റ്റർ ഉള്ള സിനിമകളിൽ എന്തെങ്കിലും ഒരു റോൾ എങ്ങനെയെങ്കിലും ചാച്ചന് കിട്ടിയിരിക്കും എന്ന് അദ്ദേഹത്തോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡോക്ടർ, ഞാനൊന്ന് പറഞ്ഞില്ലേ, ആ ഡോക്ടർ പണ്ട് മാവേ ഇവർ രണ്ടുപേരും കൂടെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഓടി മാവേ കയറിയ കഥയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത് തന്നു. വീഡിയോയിൽ വരാൻ അവർക്കൊക്കെ ഒരു ചമ്മൽ. ഇല്ലെങ്കിൽ നമുക്ക് PJ ആന്റണിയായിരുന്നു ഗുരു എന്നാ പറഞ്ഞത്. PJ ആന്റണി ആയിരുന്നു. PJ ആന്റണിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും നാടകം എഴുതും. ആ അപ്പൊ ഈ സാറാ പറഞ്ഞ PJ ആന്റണിയാണ് ഗുരു. അതെയോ? PJ ആന്റണി പെട്ടെന്ന് മരിച്ചു പോയപ്പോ പിന്നെ ചാച്ചനെ സഹായിക്കാൻ ആള് ഇല്ലാതായി. ഉണ്ടേ അഭിനയിക്കാൻ നമ്മൾ ഈ സെറ്റ് ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടോ? അല്ല, ലൊക്കേഷനിൽ പോയിട്ടില്ല അല്ലേ? ഒരിക്കൽ പോയിട്ടുണ്ട്. ഏത് ഫിലിമായിരുന്നു? എനിക്ക് ഫിലിമിന്റെ പേര് ചെറുതായിരുന്നു. പക്ഷെ നസീർ സാറിനെ ഒക്കെ ഓർക്കുന്നുണ്ട്. നസീർ സാറ് നല്ല നമ്മളിങ്ങനെ ചേർത്തിരുത്തി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ MG സോമനും സത്താറും ഒക്കെ ആയിരുന്നു അന്ന് അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോ. പിന്നെ ഒരു പ്രമീള എന്ന് പറഞ്ഞ നടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ എല്ലായിടത്തും കൂടെ ഓടി നടന്നു. ചെറുതായിരുന്നു മേക്കപ്പ് ഇടുന്നതും ഒക്കെ കണ്ടു. അങ്ങനെ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. പിന്നെ സുധീറും പെരുമ്പാവൂർ ഖദീജയും അവരായിരുന്നു ഭയങ്കര ഫ്രണ്ട്സ്. ഇടയ്ക്ക് വീട്ടിൽ വരും, ഞങ്ങൾ അവിടെ പോവും. ആണോ? അങ്ങനെ നല്ല കമ്പനിയായിരുന്നു. ഈ ഖദീജാമ്മയുടെ വീട്ടില്, അവരുടെ വീട്ടിൽ പോവായിരുന്നു. സുധീർ കല്യാണം പെരുമ്പാവൂർ ഖദീജയാണ്. ആണ്. അപ്പൊ അവിടെ പോവായിരുന്നു. അവിടെയും പോവും. അവര് ഞങ്ങളുടെ ഇവിടെ വരുമായിരുന്നു. ഇവിടെ അല്ല, മദ്രാസിലായിരുന്നു. മദ്രാസിലായിരുന്നപ്പോ വരുമായിരുന്നു. അപ്പൊ സാറിന് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ലെറ്ററൊക്കെ അയക്കാം. അപ്പൊ കൊറേ നാൾ വരെ സൂക്ഷിച്ചു വെച്ച്. ഓ, ഇപ്പൊ ഉണ്ടോ അത്? ഇല്ല, ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. സുധീർ ആ സാറെ എനിക്ക് അയച്ചത്. ആണോ? ഞാനിങ്ങനെ കുട്ടിയെ എങ്ങനെ ലെറ്ററൊക്കെ അയക്കല്ല. ഇത് നാടകത്തിന്റെ ആണല്ലേ? സംവിധാനം ചെയ്യും. തപോവനം. തപസ്സിരിക്കുന്നത് മനസ്സ് എന്ന തപോവനത്തിലാണ്. തപോവനം ഒരു നാടകമാണ്, വെറും ഒരു നാടകം. മുൻവിധി ഇല്ലാതെ കാണുക, വിധി കൽപ്പിക്കാൻ വേണ്ടി മനസ്സിരുത്തുക. അത് അപ്പുറത്ത് ചാച്ചൻ്റെ അനിയനാ. ഏതാണ് അനിയൻ? അനുജൻ? ഇതല്ലേ? ഇത് പേരെന്തായിരുന്നു അദ്ദേഹത്തിന്റെ? ബേബി. സിനിമയിലും നാടകത്തിലൊക്കെ ഉണ്ട്. സിനിമയില്. പിന്നെ ഇവിടെ ഒരു കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊക്കെയാണ് ഉള്ളതല്ലേ? പഴയതല്ലേ? ഇദ്ദേഹം ആരാന്ന് കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനമൊന്നുമില്ല. ആരാന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതിയല്ലേ? കണ്ടുപിടിക്കുന്ന പിള്ളേരോട് ഞാൻ പറയുമല്ലോ, നമ്മളെന്തെങ്കിലും പറയുമ്പോഴേ സമ്മാനം ഉണ്ടെന്ന്. അതുപോലെ സമ്മാനം ഇല്ല. ഇത് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക ആരാണത്, ഇത് ആരൊക്കെയാണെന്ന്. എല്ലാവരും വേണേൽ കണ്ടുപിടിച്ചോളൂ അല്ലേ? എനിക്കൊരാളെ മാത്രമേ അറിയുള്ളൂ. പറഞ്ഞു കൊടുക്കണ്ട. ഇതുണ്ടോ? ഇത് കമൽഹാസൻ ഒരു സിനിമയ്ക്കുള്ളിലെ നാടകമാണിത്. കമൽഹാസനും ഇത് പോൾ സാറുമായിരുന്നു. പക്ഷെ ഫോട്ടോ ക്ലിയർ അല്ല. ഇത് ലോട്ടറി ടിക്കറ്റോ പാവാടക്കാരിയോ? പാവാടക്കാരി. ഇതേ നോക്ക്, ശശി, സീമ ഒക്കെ കുറേ റെയർ ഫോട്ടോസ് ഉണ്ട്. കാരണം ഇത് കിട്ടാൻ കാര്യം ചാച്ചനൊരു പത്രാധിപരായിരുന്നുകൊണ്ടാണ് മാഗസിന് വേണ്ടി എടുത്ത് സൂക്ഷിച്ചു വെച്ചത്. ഇപ്പം ഇവരിൽ ഇത്രയുണ്ട്. അടൂർ ബാസി സാറിന് ആരോ വരച്ചു കൊടുത്ത പിക്ചർ നോക്കിയിരിക്കുന്നു. ഇത് നമുക്ക് ആരാണ് പിടുത്തം കിട്ടിയില്ല കേട്ടോ. ഇതേ സുകുമാരൻ, ശ്രീലത നമ്പൂതിരി, കുതിരവട്ടം പപ്പു. ഇപ്പുറത്തുള്ളത് ആരാന്ന് മനസ്സിലായോ? അറിയില്ല അല്ലേ? ഇത് കണ്ടോ? സോമൻ സാറും ഭാര്യയും ഇതേ സിന്ധു ചേച്ചിയും സഹിച്ചേട്ടനും നസീർ സാറിൻ്റെ ഒപ്പം. ഇത് മേനകൻ്റെ അമ്മ. KG ജോർജ് സാറ്, വേണുനാഗവള്ളി സാറ്, ഇവരെയൊന്നും എനിക്കറിയത്തില്ല. ഇതേ വിൻസെൻ്റ് സാറും മണവാളൻ ജോസഫ് സാറ്. നമുക്ക് നമ്മുടെ ദാസേട്ടൻ എത്ര ഭംഗിയല്ലേ? അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും പണ്ടത്തെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോൻ്റെ വട. ഇത് കോഴിയെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിയ ആൾ. അങ്ങനെ ഒരു കഥയുണ്ടെന്ന്. ചെറുതിലേ പോയിട്ടേ അപ്പുറത്തെ കോഴിക്കടയിൽ പോയിട്ട് കോഴീനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടെന്ന്. ഇത് ഈ EMS സഖാവിൻ്റെ പടം. ഞാൻ ഇങ്ങനെ ഇത്രയും ഒരു ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന പടം അല്ല, ചെറുപ്പം എന്ന് വെച്ചാൽ കുറേ വയസ്സായിട്ടുള്ള ഇതായിരുന്നല്ലോ കണ്ടിട്ടുള്ളത്. പറവൂർ ഭരതൻ, പങ്കജ അമ്മ, മണവാളൻ ജോസഫ് സാറ്. ഇത് പേരെന്തായിരുന്നു?
ജോസ് ജോസ് ആക്ടർ ജോസ് 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 അല്ലേ? ഇത് ശോഭ ശോഭയല്ലേ? ശോഭയല്ലേ? ആ സംശയമാണേ, ശോഭയല്ലേ ചോദ്യമാണ്, നോക്കൂ. ജഗദീഷ് ശ്രീകുമാർ. നമ്മുടെ മധുസാറിനെ മേക്കപ്പ് ഇടുന്ന ഫോട്ടോ. ബിച്ചു തിരുമണി സാർ. ഇത് ഭരതൻ സാർ. ചേട്ടൻ. അടൂർ ഭാസി. നമുക്ക് ഇത് ഇങ്ങനെ നോക്കേ, ഇത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അല്ലേ? സുകുമാരൻ സാറാണ്. പൃഥ്വിരാജിൻ്റെ അല്ലേന്ന് ചോദിക്കണ്ട, എന്നാലും ഇതിനവർ ചായ കണ്ടുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞ കേട്ടോ. എപ്പോഴും പൃഥ്വിരാജിൻ്റെ അല്ല ഇന്ദ്രജിത്തിനോടാണ് സാമ്യം തോന്നാറല്ലോ അല്ലേ? ഇതിലാ നെറ്റിയൊക്കെ ഇതേ നോക്ക്. സോമൻ സാറ് കോങ്കണ്ണ് പോലെയൊക്കെ പിടിച്ചിട്ട് കടുവയുടെ പോലെ ഇരിക്കണത് ഫണ്ണിയായിട്ടുണ്ടല്ലേ? ദാസേട്ടൻ സ്റ്റുഡിയോയിൽ. ഇനി അടുത്തത് നമ്മളുടെ പൂജപ്പുര രവി സാറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അന്നേരം ഈ ഒരു ചെറുപ്പകാലത്തിലെ ഫോട്ടോ നമുക്ക് കിട്ടിയില്ല. നസീർ സാർ. KPSC സണ്ണി. വീണ്ടും പൂജപ്പുര രവി. ഇത് ജോസ് പ്രകാശ്. ഇതിൽ ബിച്ചു തിരുമല സാറിന് എനിക്ക് മനസ്സിലായി, ബാക്കി ആരും എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് ജോസ് പ്രകാശ് സാർ. ഇങ്ങനെ കുറേ അപൂർവമായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ? എത്രയെങ്കിലും നമുക്ക് നശിച്ചു പോകാതെ കിട്ടിയത് ഭാഗ്യം. പിന്നെ ഇവിടെ കുഞ്ഞ് ഇത് ഇതെനിക്ക് തോന്നുന്നു വല്ല അല്ലേ സ്റ്റേജിലെടുത്ത ഫോട്ടോസാണ്. ഇത് അല്ലല്ലേ, അതല്ല. അത് പക്ഷെ ആരോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത പിക്ചറാ. പോസ് ചെയ്തെടുത്തേക്കുന്നല്ലെന്ന് തോന്നുന്നു. അത് അതൊക്കെ മാറ്റിക്കും. ഇതല്ലേ മോളെ എടുത്തോണ്ട് നിൽക്കണേ. ഇത് എത്ര വയസ്സുള്ളപ്പോഴായിരിക്കും? 3 വയസ്സോ 2 വയസ്സൊക്കെ ആയിരിക്കും അല്ലേ? 2 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അമ്മച്ചി ഭയങ്കര സപ്പോർട്ടായിരുന്നോ അഭിനയത്തിന്റെ കാര്യത്തില്? സപ്പോർട്ടല്ലായിരുന്നു. സാധാരണ പിന്നെ അന്നത്തെ കാലത്ത് കുടുംബത്തിലെ സാധാരണ എല്ലാവരും നാട്ടില് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. ആണല്ലേ? അച്ഛനും എല്ലാവർക്കും പഠിച്ച് ജോലിയിലൊക്കെ നിൽക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. അതന്നെ. അപ്പൊ അമ്മച്ചിനെ കല്യാണം കഴിച്ചിട്ടാണോ ചാച്ചൻ അഭിനയത്തേക്ക്? അപ്പൊ അമ്മച്ചി ഹോമിയോ ഡോക്ടറിനെയാണ് കെട്ടിയത്. ദൈവമേ. ചേച്ചി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പോയെന്ന് തോന്നുന്നു. അതെയോ? എത്ര വയസ്സുള്ളപ്പോ ഓർക്കണ്ടോ അതൊക്കെ? ഇല്ല, തീരെ ചെറുതായിരുന്നു. ആ സമയത്താണ് അഭിനയ രംഗത്തേക്ക് പോയത്. ചെറുപ്പത്തിലെ നാടകമൊക്കെ ആയിരുന്നു, സ്കൂളിലും ബെസ്റ്റ് ആക്ടറായിട്ടൊക്കെ കിട്ടും. അങ്ങനെ അന്ന് മുതൽ നാടകത്തിനോട് താല്പര്യം. പക്ഷെ ഇവിടെ സമ്മതിക്കൂലല്ലോ, അതുകൊണ്ട് പഠിച്ച് ഡോക്ടറായി. അതൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പോയി. ആണല്ലേ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തോ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു. അന്ന് ഞാനത് ചോദിച്ചില്ലായിരുന്നു. അതറിയത്തില്ല അല്ലേ? ഷീബ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഉണ്ടെന്ന് വിക്കിപീഡിയ കാണുന്നുണ്ട്, പക്ഷെ അതിനെ കുറിച്ച് അറിയില്ല. അതിലൊരു ഷീബയുടെ ഫോട്ടോ ഉണ്ട്, ഞങ്ങളുടെ ആന്റിയുടെ മോള് ആണ്. ഉണ്ടായിരുന്നു അറിയില്ല, ചിലപ്പോ ഉണ്ടായിരുന്നു കാണും. അത് അതിനെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നല്ല പെറ്റായിരുന്നു ചാച്ചൻ്റെ പെറ്റ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു മെമൻറ്റോ മാത്രമാണ് കേട്ടോ. സിനിമ മാസിക ട്രോഫി 1975. അപ്പം ഇത് ഇവിടെ ഉള്ളത് മക്കൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇളയ ആളെടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു. നമ്മൾ വന്നപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നു. അപ്പം അതിവിടെ ഉണ്ട്. വൈകുന്നേരം സാറിനോട് വളരെ അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ പോകണമെന്ന് മുതലാളി പറഞ്ഞിരിക്കുന്നു. 6 മണിക്ക് കാറ് വിട്ടു വരും. എനിക്ക് എന്താ പോവാൻ നല്ല വിരോധമുണ്ടോ? അല്ല, വിരോധം ഉണ്ടായിട്ടല്ല. എന്നാൽ അണ്ടർ സെക്രട്ടറി മിസ്റ്റർ പിള്ളയെ കണ്ടാൽ നമ്മുടെ ലൈസൻസ് കിട്ടും. മുതലാളി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മായിയപ്പനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പറഞ്ഞതാ. അമ്മായിയപ്പനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ എൻ്റെ അടുത്തില്ല. ഇല്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി രോഗിയായി. എന്നാലും ഉണ്ടായിരുന്ന കാലത്താലും ഇതിലൊക്കെ ബൈക്കുകളിൽ കയറി പോരാനൊക്കെ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. 1-2 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിയുടെ ആരോഗ്യം സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്? അറ്റാക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഒരുപാട് ബോഡി വീക്കായി.
ഓ അപ്പം ഒരുപാട് നാളത്തെ ഓർമ്മകളില്ല. ഒരുപാട് നാളത്തെ ഓർമ്മകളില്ല. എങ്കിലും എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സ്പെഷ്യൽ മരുമോനും അമ്മായിയപ്പനും തമ്മിലുള്ള ചില നിമിഷങ്ങൾ? അങ്ങനെ നിമിഷങ്ങളൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഇവിടെ കല്യാണം ഉറപ്പിക്കാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്കാരിയെ കാണാനായിട്ട് ആദ്യം വന്നപ്പോൾ ആളിവിടെ ഉണ്ട്, ആരോഗ്യമായിട്ടുണ്ട്. അസുഖമുണ്ട്, പക്ഷെ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അസുഖം ഒക്കെ ആയി. അതിനു മുമ്പ് ആണെങ്കിലും പുള്ളിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മളെ അറിയില്ല. എങ്കിലും കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഏതോ ഒരു നാടകവും ഞാൻ കണ്ടിട്ടുണ്ട്. നാടകത്തിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കുര്യാക്കോസിന്റെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. കഴക്കമ്പലത്തെ കാണൊരു നാടകം ഉണ്ടായിരുന്നു, അത് കാണാൻ ഞങ്ങളൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഈ നാടിന്റെ ഒരു അഭിമാനം കൂടിയാണല്ലോ ആ രീതിയിൽ ഒരുപാട് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതെ അല്ലേ. കല്യാണത്തിന് ആളില്ല, ഇല്ല, കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അതൊരു സങ്കടമായിരുന്നിട്ടുണ്ടാവും അല്ലേ? ഈ മരിച്ചു കഴിഞ്ഞ അന്നേരം ഇങ്ങനെ സംഘടനകളൊന്നും ഇല്ലല്ലോ സിനിമയിൽ, ഇല്ല, അങ്ങനെയൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് വരികയോ അങ്ങനെ എന്തെങ്കിലും? ആരും വന്നില്ല. ഇല്ല. ബഹദൂർ സാർ മാത്രമേ ഒരു ടെലഗ്രാം അടിച്ചു, അനുശോചനമൊക്കെ പറഞ്ഞു. ആണോ, ടെലഗ്രാം അടിച്ചു? ഓ, വേറെ ആരും വന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇന്നസെന്റ് അല്ലേ സാർ അന്വേഷിച്ചു വന്നു. ഇലക്ഷനൊക്കെ നിന്ന സമയത്ത് വീട്ടിൽ വന്നു, അന്വേഷിച്ചു വന്നു. കാരണം നമ്മൾ അന്ന് വന്നപ്പോൾ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രേംനസീർ ഉമ്മറൊക്കെ ആയിട്ട് അവരിവിടെ ഈ പരിസരത്തൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആണ് ഉമ്മർ സാറ് ഇവിടെ വന്നപ്പോ വീട് അന്വേഷിച്ചു, പക്ഷെ ആരും അന്ന് അറിയില്ല. അന്ന് ഫോണൊന്നും ഇല്ലാതെ പറഞ്ഞ് നേരെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ വരണം, എന്നാലല്ലാണ്ട് അല്ലേ, അല്ലാതെ കോണ്ടാക്ട് ഇല്ല. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴേക്കും ആള് പെരുമ്പാവൂരിന്ന് പോയി. ഓ, ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അന്നേരമാണ് ഇവിടെ അടുത്ത് എവിടെയാണല്ലോ വീട് അന്വേഷിച്ചത്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തോ സിനിമ ഫീൽഡിൽ എന്തോ ഒരു സമരം ചെയ്തില്ലേ അദ്ദേഹം? ആ സമരം എന്തിനു വേണ്ടിയായിരുന്നു? പറയൂ. അതെന്ന് വെച്ചാൽ അന്ന് 2 ടൈപ്പ് ഫുഡൊക്കെയാന്നോ പറയണേ. സൂപ്പർ സ്റ്റാറുകളൊക്കെ ആകുമ്പോൾ ഒരു ടൈപ്പ്, സാധാരണക്കാർക്ക് കുറച്ചും കൂടെ. അപ്പൊ അതിന് ചാച്ചൻ സമരം ചെയ്തു എന്ന് ജഗദീഷ് കുമാറിന്റെ ഒരു ലേഖനത്തിൽ വായിച്ചാട്ടോ. അദ്ദേഹം മാസികയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്, അപ്പ അവര് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കുള്ളൂ. അപ്പൊ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോ നേരം വൈകും. അത് കഴിഞ്ഞ് അവരും കഴിച്ചു കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഒരു ദിവസം എനിക്ക് വിശക്കുന്നേ ചാച്ചനൊച്ചുണ്ടാക്കി. അങ്ങനെയാണ് ആ സമരം എന്ന് പറയുന്നത്. അപ്പൊ നസീർ സാർ അന്വേഷിച്ചു വന്നു, എന്താ കാര്യം എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ആ ഫുഡ് മാറിയെന്ന് പറയുന്നത്. ആണോ? പറഞ്ഞ അന്ന് അവരുടെയൊക്കെ അടുത്ത് വെച്ചും ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അതാണ്. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ചധികം പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതെ. വളരെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ മാറ്റി നിർത്താനും അന്നൊക്കെ കുറച്ചിങ്ങനെ മാസിക അത് വിമർശനങ്ങൾ എഴുതും. ശരിയാണ്, സ്വന്തമായി എല്ലാരെയും. മാസിക ഒരു കാരണമാണ്. പക്ഷെ നമുക്ക് വായിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് വിമർശിച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ലേ ആ മാസിക? അന്ന് വായിച്ചിട്ടുണ്ടോ? പണ്ട് വായിച്ചിട്ടുണ്ട്. അന്ന് അമ്മച്ചി വല്ലതൊക്കെ പറയൂ ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് ചാച്ചന്? അങ്ങനെയൊന്നുമില്ല അല്ലേ? പാവം കേൾക്കത്തില്ല. പിന്നെ അമ്മച്ചിയൊന്നും മിണ്ടത്തുമില്ല. അങ്ങനെ അപ്പം വളരെ ചെറിയ പ്രായത്തിലെ ചാച്ചൻ പോയില്ലേ? 53 വയസ്സോ? 53 വയസ്സ്. നല്ല അദ്ദേഹം ഇങ്ങനെ, എന്നാലും ആ ഒരു പ്രായത്തിനിടയ്ക്ക് ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടില്ലേ? 132 സിനിമകൾ, കുറെ നാടകമുണ്ട്. പിന്നെ നാട്ടിൽ വന്നിട്ട് കുറെ നാടകം ഉണ്ടായിരുന്നു. ഒരു നാടക ട്രൂപ്പ് കളമശ്ശേരിയിലും തുടങ്ങി. പേരെന്തായിരുന്നു ഓർക്കണ്ട? പേരില്ല, അത് ചെമ്പിൽ അശോകനില്ല. അതിന് ഞാൻ ഫേസ്ബുക്കിൽ കാണിച്ചു തരാം കേട്ടോ. അതിനെ പേര് കൊടുത്ത് തന്നെ ചാച്ചനാന്ന് പറഞ്ഞു. വേറൊരു അശോകനുണ്ട്, ആ ചാച്ചന്റെ ട്രൂപ്പിൽ വന്നു. എന്നിട്ട് പേര് ചെമ്പിൽ അശോകൻ എന്നും പറഞ്ഞാക്കി ഫേസ്ബുക്കിൽ ഞാൻ കാണിച്ചു തരാം. ആണോ? ഇത് പോൾസാന്റെ ഡയറിയാണേ. ഇതില്
ഓരോ നാടകമായിരിക്കും അല്ലേ? നാടകത്തിൻ്റെ സീനുകളും അങ്ങനെയുള്ള സ്ക്രിപ്റ്റാണ് നാടകത്തിൻ്റെ. പിന്നെ അതിനകത്ത് ആരാണ് അഭിനയിക്കുന്നത്, ആർക്കാണ്, അതൊക്കെ ഇവിടെ ഓരോ പേജുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എസ്റ്റേറ്റ് ഉടമ ശ്രീ ബാലൻ കെ. ബാലൻ കെ നായരായിരിക്കും അല്ലേ? കോടീശ്വരനായ മുതലാളി. ഇതൊക്കെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഇത് വേറെ, ഇത് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല ആണെന്ന് അറിയില്ല അല്ലേ? ചിലപ്പോഴേ മറ്റേത് ബാക്കിലുണ്ടല്ലേ ഹാൻഡ് റൈറ്റിംഗ്. ഇത് കുറച്ച് സാവധാനം ശ്രദ്ധിച്ച് എഴുതി വെച്ചേക്കുന്നതാണ്, അതാണ് കാര്യം. അഭിനയിച്ച എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, വർഷവും സംവിധായകനും എല്ലാം എഴുതിയിട്ടുണ്ട്. ഡയറക്ടർ, നെയിം ഓഫ് പിക്ചർ, ഡയറക്ടർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തിരിച്ചുണ്ട്. ഇത് ഒരു വർഷം എത്ര പടങ്ങളിലുണ്ടല്ലേ? 72-ലൊക്കെ ഒത്തിരി പടങ്ങളിലുണ്ട് അദ്ദേഹം. അങ്കത്തട്ടില് കൊട്ടാരം വൈദ്യനായിട്ട് പിന്നെ അരക്കള്ള മുക്കള്ളൻ അതിലും നല്ലതായിട്ടുണ്ട് അല്ലേ? പിന്നെ തമ്പരാട്ടിയിൽ ആ സീൻ നല്ല ഇഷ്ടമായിരുന്നു. ആണ്. പറയൂ അല്ലേ? ഇഷ്ടമുള്ളതൊക്കെ അങ്ങനെ പറയൂ അല്ലേ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇടക്കാണ്, അല്ലാണ്ട് അങ്ങനെ പേടിയായിരുന്നു. പേടിയായിരുന്നോ? ദേഷ്യമുള്ള ആളാണ്. ആണ്, അത് പേടിയായിരുന്നു. ചേച്ചിക്കോ? മൂത്താക്ക് പേടിയാ. രണ്ടുപേർക്കും പേടിയായിരുന്നു. പേടി, എല്ലാവർക്കും പേടിയാ. ഈ ഹാസ്യ നടന്മാരെയൊക്കെ പൊതുവെ എല്ലാവർക്കും വീട്ടുകാർക്ക് പേടിയാണെന്ന് തോന്നുന്നു. എസ് പി പിള്ള സാറിന്റെ വീട്ടിലെ എസ് പി പിള്ള സാർ ചെല്ലുമ്പോൾ വീട്ടുകാരൊക്കെ അപ്പുറത്തോട്ട് ഓടുമായിരുന്നു. മക്കളൊക്കെ ദേഷ്യം വരും. എപ്പോഴാ ദേഷ്യം വരും അറിയാൻ പാടില്ല കേട്ടോ. ദേഷ്യം വരും. അകൽച്ച അതുകൊണ്ടാണ്. അതാണ്. ചാച്ചനെ കുറിച്ച് ഇപ്പൊ ഓർമ്മ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? 2 വയസ്സിലെങ്ങോ അല്ല, എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ചെറുപ്പത്തിലല്ലേ? പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഇവിടെ മാത്തുക്കുട്ടിയില്ല, RJ മാത്തുക്കുട്ടി. ഞങ്ങള് ഫ്രണ്ട്സാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചെന്നപ്പോ മാത്തുക്കുട്ടി ഒരു മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ ചെന്നപ്പോ മമ്മൂട്ടി ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചു എന്ന് പറയും, വീട് എവിടെയാന്ന് വെച്ചപ്പോ വെങ്ങോലയാന്ന് പറഞ്ഞപ്പോ അവിടെ പോൾ വെങ്ങോല എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അറിയുമായിരിക്കും എന്ന് പറഞ്ഞു എന്ന് ഇങ്ങനെ മാത്തുക്കുട്ടി എന്റെ അടുത്ത് വന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം തോന്നി അല്ലേ? പിന്നെ ഇപ്പം ഡയറക്ഷനൊക്കെ അല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ കലാപരമായ രംഗത്ത് എന്താ വിളിക്കുക, അപ്പൂപ്പൻ, ചാച്ചൻ. ചാച്ചന്റെ പേര് മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയോ സ്നേഹമോ അങ്ങനെ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഒരു തവണ തൊടുപുഴ ചെന്നപ്പോൾ ഞങ്ങളൊരു കാര്യത്തിന് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഇതുപോലെ എവിടെയാണ് വീടെന്ന് വെച്ചപ്പോൾ വെങ്ങോലയാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നടനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദറാന്ന് പറഞ്ഞപ്പോൾ അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഏതോ ഫ്രണ്ടിനെ കാണിച്ചിട്ട് അവർ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം പറഞ്ഞു. അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയോ ചാച്ചൻ ഒരു സിനിമാ നടനാണ് എന്ന് ആർക്കെങ്കിലും അറിയോ? ഫ്രണ്ട്സിനൊക്കെ? എന്റെ ജനറേഷൻ അങ്ങനെ അങ്ങോട്ട് ആർക്കും അത്ര അറിയത്തില്ല. അതാണ് കുഴപ്പം. നമ്മളുടെ ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പോൾ വെങ്ങോല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് പോൾ വെങ്ങോല അതാരാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. കാരണം നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല ആളെ. പഴയ സിനിമകൾ കാണുന്നവർക്ക് അറിയാം. അപ്പം ചാച്ചൻ്റെ പേര് ജോർജിലൂടെയും അലനിലൂടെയും പിന്നെ ഇവിടെയുള്ള മറ്റുള്ള എല്ലാവരിലൂടെയും അങ്ങോട്ട് നിലനിൽക്കട്ടെ അല്ലേ? നിൽക്കട്ടെ. ഇനി എല്ലാവരും കൂടി ഓടിവാ, നമുക്ക് എല്ലാവരും കൂടി കാണിച്ച് വീഡിയോ സൈൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഇത്രയും കുറേ മെമ്മറീസ് ഷെയർ ചെയ്ത് തന്നേനും. ഒരാളെ കൊണ്ടുവരാനുള്ള ഒരു നമ്മളിത് അല്ല മറന്നു കിടന്നെന്ന് പറഞ്ഞാൽ മറന്നു കിടക്കുന്നതായിട്ട് എനിക്ക് എല്ലാവരും അങ്ങനെ തോന്നണില്ല എനിക്ക്. കാരണം മറക്കാത്തത് കൊണ്ടാണ് ഒത്തിരി പേര് പോൾ വെങ്ങോല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തെ മറന്നിട്ടില്ല. നിങ്ങളുടെ ചാച്ചന് ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും. കാരണം ഇവിടെ വന്നു ചോദിച്ചപ്പോൾ ഈ ഒരു വീഡിയോ തരാനും ഇങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കാനും അത് എല്ലായിടത്തും ഉണ്ടാവുന്ന കാര്യമല്ല. ഒരുപാട് പേരുണ്ട് അങ്ങനെ സമ്മതിക്കുന്നവർ, ഇല്ലാത്തവരും ഉണ്ട്. നിങ്ങളുടെ ആ സ്നേഹത്തിന് എല്ലാവരുടെയും പേരിൽ, എല്ലാ വ്യൂവേഴ്സിൻ്റെയും പേരിൽ ഒത്തിരി നന്ദി. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. ബൈ.